5-6 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മായിയുടെ മകൾ രാധിക ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുവാൻ വരുന്നത്. അവസാനമായി അമ്മായിയും രാധിക ചേച്ചിയും ഇവിടെ വന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരാഴ്ചത്തെ സ്കൂൾ അവധിക്കായിരുന്നു. അന്ന് ചേച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ ബാംഗ്ലൂർ നഗരത്തിൽ അവരുടെ അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എപ്പോഴെങ്കിലും മാത്രമേ അവർ നാട്ടിലേക്ക് വരാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കളികളിൽ ഏർപ്പെടും. അതുപോലെ ഒരു കട്ടിലിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. 2 ബെഡ്റൂമുകളുള്ള ഒരു കൊച്ചു ഓടിട്ട വീടായിരുന്നു എൻ്റേത്. അതിനാൽ തന്നെ ഒരു റൂമിൽ അച്ഛനും അമ്മയും കിടക്കും. മറ്റേ റൂമിൽ ഞാനും രാധിക ചേച്ചിയും കട്ടിലിലും അമ്മായി നിലത്ത് പാവിരിച്ചുമാണ് കിടക്കാറുണ്ടായിരുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ എൻ്റെ വീട്ടിലെത്തുന്നത്. ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രാധിക ചേച്ചി ഡിഗ്രിക്കും പഠിക്കുന്നു. അമ്മായിയും രാധികയും ഉച്ചയ്ക്ക് വന്നപ്പോൾ തുടങ്ങിയ വിശേഷം പറച്ചിൽ വൈകുന്നേരമായിട്ടും തീർന്നിട്ടില്ല. ഈ വരവിന് 15 ദിവസം വീട്ടിൽ നിൽക്കുന്നുണ്ടെന്നാണ് അമ്മായി സന്തോഷത്തോടെ പറഞ്ഞത്. രാധിക ചേച്ചി ഇപ്പോൾ പഴയതുപോലെ ചെറിയ പെണ്ണല്ല. ഇപ്പോൾ വലുതായി ഒരു ആറ്റം ഫിഗറായിരിക്കുന്നു. നല്ല വെളുത്ത നിറം, ഐശ്വര്യം തുളുമ്പുന്ന ഭംഗിയുള്ള മുഖം, ആരെയും ആകർഷിക്കുന്ന മിഴികൾ, കൊതിപ്പിക്കുന്ന ചുണ്ടുകൾ. ബാക്കിയെല്ലാം ഊഹിച്ചെടുക്കാമല്ലോ. ഇടുപ്പിൻ്റെ സ്ട്രക്ചർ പറഞ്ഞറിയിക്കാൻ വയ്യ. പോരാത്തതിന് രാധിക ചേച്ചി എപ്പോഴും ടൈറ്റ് വസ്ത്രങ്ങളായിരുന്നു ഉപയോഗിക്കാറുള്ളത്. ഞാനും രാധിക ചേച്ചിയും പതിവ് പോലെ രാത്രി കട്ടിലിലും അമ്മായി നിലത്തുമാണ് കിടന്നത്. ഒരു ടൈറ്റ് ടീഷർട്ടും 3/4 ചേച്ചിയുടെ വേഷം. അമ്മായി നേരത്തെ തന്നെ കിടന്നുറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചങ്ങനെയിരുന്നു. ചേച്ചി അവരുടെ ബാംഗ്ലൂർ ലൈഫിനെ പറ്റിയും ജീവിതത്തെക്കുറിച്ചും ഒരുപാട് പറഞ്ഞു. സംസാരത്തിനിടയിൽ എൻ്റെ ശ്രദ്ധ ചേച്ചിയുടെ ശരീരത്തിലേക്കാണ് ഓടിയെത്തിയത്. അതെല്ലാം കണ്ട് എനിക്ക് ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിച്ചു. എൻ്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊന്നും അറിയാതിരിക്കാനായി ഞാൻ മെല്ലെ ഒരു പുതപ്പ് കൊണ്ട് ചെറുതായൊന്ന് പുതച്ചു. ചേച്ചി വീടിൻ്റെ പുറകിലുള്ള പറമ്പിലെ കുളത്തെപ്പറ്റി അന്വേഷിച്ചു. പണ്ട് മുതലേ ചേച്ചിയുടെ ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ് കുളത്തിൽ നീരാടുക. കൂട്ടിനെപ്പോഴും ഞാനും ഉണ്ടാകും. രാവിലെ മുതൽ ഉച്ചവരെ വെള്ളത്തിൽ നീരാടി കയറും. വീട്ടുകാർ ഇനി ചാടരുതെന്ന് താക്കീത് നൽകും. വൈകുന്നേരമായാൽ വീട്ടുകാർ അറിയാതെ വീണ്ടും പോയി ചാടും. ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മ വരുന്നു. രാധിക ചേച്ചി അടുത്ത ദിവസം നമുക്ക് 2 പേർക്കും കുളത്തിൽ നീന്താൻ ഇറങ്ങുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ഞാൻ സമ്മതം നൽകി. ചേച്ചി ഉറക്കത്തിലേക്ക് വീണിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരാറ്റം ചരക്ക് ഒപ്പമുണ്ടായിക്കൊണ്ട് എങ്ങനെ ഉറങ്ങാനാ? പക്ഷേ ചേച്ചിയെ ഒന്ന് സ്പർശിക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പിന്നെ ആകെയുള്ള ഒരാശ്വാസം ചേച്ചി നാളെ എൻ്റെ കൂടെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനെപ്പറ്റി ആലോചിച്ചാണ്. അപ്പോൾ ചേച്ചിയുടെ നഗ്നത കുറച്ചെങ്കിലും കാണാമല്ലോ എന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഉറക്കം വരാത്തതിനാൽ എൻ്റെ ചിന്ത പഴയ ഓർമ്മയിലേക്ക് പോയി. ഇതിന് മുമ്പത്തെ ചേച്ചിയുടെ വരവിൽ ഞാൻ ചേച്ചിയുടെ നഗ്നത കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള പ്രായമായില്ലായിരുന്നു. അന്ന് ഞാൻ 5ലും ചേച്ചി 9ലുമാണ് പഠിച്ചിരുന്നത്. അന്ന് രാധിക ചേച്ചി കുളത്തിൽ കുളിക്കുമ്പോൾ ഇന്നർവെയർ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ചേച്ചിയുടെ ശരീരത്തിൽ ഉണ്ടാവാറില്ല. വെളുത്ത നിറത്തിൽ പാകത്തിന് തടിയത്ത ശരീരമായിരുന്നു ചേച്ചിയുടേത്. എല്ലാം കൂടെ ഒന്ന് കാണാൻ നല്ല രസമായിരുന്നു. കുളി കഴിഞ്ഞ് കയറിയ ശേഷം വസ്ത്രം മാറുമ്പോൾ ചെറുതായൊക്കെ എന്തെങ്കിലും കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ നോക്കിയാലും ചേച്ചി അന്നൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. ചേച്ചിയുടെ മുന്നിൽ ഞാനും നഗ്നനായി നിൽക്കാറുണ്ട്. എനിക്ക് ഒരു സംഭവം കൃത്യമായി ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാനും രാധിക ചേച്ചിയും രാവിലെ മുതൽ ഉച്ചവരെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചു. അവസാനം അമ്മയും അമ്മായിയും തിരഞ്ഞു വന്ന് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് വാണിങ്ങും തന്നു. അന്ന് വൈകുന്നേരം ആരും അറിയാതെ വീണ്ടും ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. കുളക്കരയിലെത്തി വസ്ത്രം നനഞ്ഞാൽ വീട്ടുകാർ അറിയുമെന്ന് കരുതി ചേച്ചി പറഞ്ഞു, നമുക്ക് മുഴുവൻ വസ്ത്രങ്ങളും അയച്ചിട്ടിട്ട് ഇറങ്ങാം. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നനഞ്ഞ എന്തെങ്കിലും വസ്ത്രം കണ്ടാൽ കുളിക്കാൻ പോയത് വീട്ടുകാർ മനസ്സിലാക്കില്ലേ. ചേച്ചി തൻ്റെ പാവാടയും ടോപ്പും അയച്ചു വെച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേച്ചി അവശേഷിക്കുന്ന എല്ലാം അയച്ചു മാറ്റി. രാധിക ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ആകൃതിയൊത്ത ശരീരഭംഗി ഞാൻ നന്നായി ആസ്വദിച്ചു. അതുപോലെ തന്നെ ഞാനും മുഴുവനായി അയച്ചു മാറ്റി അവളോടൊപ്പം നീരാടാൻ തുടങ്ങി. വെള്ളത്തിനടിയിൽ വെച്ച് പലപ്പോഴായി ഞാൻ ചേച്ചിയുടെ തുണിയില്ലാത്ത ശരീരത്തിൽ സ്പർശിക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവളുടെ മിനുസമാർന്ന വയറിലും ഭംഗിയുള്ള ആകൃതിയൊത്ത അവിടെയെല്ലാം ഒരു പ്രത്യേക സുഖം എനിക്ക് അനുഭവപ്പെട്ടു. പഴയ ഓർമ്മകളിൽ ലയിച്ച് ഞാൻ ഉറങ്ങിയതറിഞ്ഞില്ല.
രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ചേച്ചി ഉറക്കത്തിലാണ്. ഞാൻ കട്ടിലിൽ നിന്നും എണീക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിച്ചത്. ചേച്ചിയുടെ ടീഷർട്ട് അല്പം ഉയർന്നു കിടക്കുന്നതിനാൽ ചേച്ചിയുടെ വെളുത്ത മനോഹരമായ ആ വയർ എനിക്ക് കാണാമായിരുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ഞാൻ മെല്ലെ ബാത്റൂമിലേക്ക് പോയി ഒന്നങ്ങനെ കഴിച്ചു സമാധാനപ്പെട്ടു. വീടിൻ്റെ പിറകു വശത്തുള്ള വലിയ തൊടികൾക്കിടയിലാണ് വലിയ കുളം സ്ഥിതി ചെയ്യുന്നത്. ആ കുളം എൻ്റെ വീട്ടുകാർ അല്ലാതെ മറ്റാരും ഉപയോഗിക്കാറില്ല. അതുതന്നെ വെള്ളത്തിന് ക്ഷാമമുള്ള വേനൽക്കാലങ്ങളിൽ മാത്രമേ ഞങ്ങൾ കുളം ഉപയോഗിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും കുളക്കരയിലെത്തി. ചേച്ചി ഒരു ഗൗണായിരുന്നു ധരിച്ചിരുന്നത്. ഞാനൊരു ബർമുട മാത്രം ധരിച്ച് കുളത്തിലേക്ക് എടുത്തു ചാടി. ചേച്ചി തൻ്റെ ഗൗൺ അഴിച്ചു മാറ്റി കഷ്ടിച്ച് തുടകൾ പോലെ മറയുന്ന ഒരു ഷമീസ് പോലുള്ള ഒരു ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. രാധിക ചേച്ചിയുടെ വെളുത്ത ശരീരം എനിക്ക് നന്നായി കാണാമായിരുന്നു. വസ്ത്രത്തിനടിയിൽ ധരിച്ചിരുന്ന ബ്രായുടെയും പാൻറ്റീസിൻ്റെയും ഔട്ട്ലൈൻ എനിക്ക് കാണാൻ സാധിച്ചു. ചേച്ചിയും ഞാനും കുറേ സമയം വെള്ളത്തിൽ നീന്തി കുളിച്ചു. ചേച്ചി നീന്തുന്നതിനിടയിൽ അവരുടെ വസ്ത്രം മുകളിലേക്ക് പോകുമ്പോൾ ചേച്ചിയുടെ നീല പാൻറ്റി എനിക്ക് വെള്ളത്തിലൂടെ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. ഇടയ്ക്ക് വെള്ളത്തിൽ നിന്നും ഞങ്ങൾ സംസാരത്തിലേർപ്പെട്ടു. സംസാരത്തിൽ പ്രധാനമായും ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിരുന്നു ചർച്ചാ വിഷയം. ചേച്ചി എൻ്റെ ലവേഴ്സിനെ കുറിച്ച് തിരക്കി. പിന്നെ ചേച്ചിയെ നിർബന്ധിച്ചപ്പോൾ ചേച്ചിയുടെ ലവ് ജീവിതത്തെക്കുറിച്ച് ചേച്ചിയും മനസ്സ് തുറന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാനും ചേച്ചിയും വെള്ളത്തിൽ വെച്ച് പല ഗെയിമിലും ഏർപ്പെട്ടു. ആദ്യമൊക്കെ വെള്ളത്തിലൂടെ തൊട്ട് കളിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ നീന്തി തമ്മിൽ പിടിക്കുന്ന മത്സരം കളിച്ചു. കളിക്കിടയിൽ വെള്ളത്തിലൂടെ ചേച്ചിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും എനിക്കൊന്ന് തൊടാൻ സാധിച്ചു. ചേച്ചിയുടെ ശരീരത്തിൻ്റെ മൃദുലത ശരിക്കും അറിഞ്ഞതുകൊണ്ടാവാം എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. ഇടയ്ക്ക് ചേച്ചി എന്നെ സ്പർശിച്ചത് കൊണ്ടാവാം എൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾക്ക് മൂർച്ചയേറി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖത്ത് അല്പം പുഞ്ചിരി വിടർന്നിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം കളിയുടെ ഗതി മാറി. തമ്മിൽ വെല്ലുവിളിച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി. ഞാനും ചേച്ചിയും തമ്മിൽ ഒരു വെല്ലുവിളി നടത്തി. ആരായിരിക്കും ഏറ്റവും കൂടുതൽ സമയം വെള്ളത്തിനിടയിൽ മുങ്ങിക്കിടക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ചേച്ചി എന്നോട് ചോദിച്ചു, തോറ്റാൽ നീ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ചേച്ചി പറയുന്നത് എന്തും ചെയ്യും. ചേച്ചി, എന്നാൽ നീ പരാജയപ്പെട്ടാൽ നീ നിൻ്റെ വസ്ത്രം അയച്ച് ആ കരയിൽ കയറി നിൽക്കേണ്ടി വരും. എന്താ, സമ്മതിച്ചോ? ഞാൻ ആത്മവിശ്വാസത്തോടെ തന്നെ പറഞ്ഞു, സമ്മതിച്ചു. മറിച്ച് ചേച്ചി തോറ്റാൽ ഞാനും എൻ്റെ ഈ മേൽവസ്ത്രം അയച്ച് കരയിൽ നിൽക്കും. ഞാൻ സമ്മതിച്ചു. പറഞ്ഞു, എന്നാൽ തുടങ്ങാം. ഞങ്ങൾ മത്സരം തുടങ്ങി. എൻ്റെ മനസ്സിൽ മുഴുവനും ചേച്ചി ഷമ്മീസ് പോലെയുള്ള ആ വസ്ത്രം അയച്ച് നിൽക്കുന്നതാണ്. പക്ഷേ വെള്ളത്തിൽ ചേച്ചിയെപ്പോലെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ടി വരില്ലേ? രണ്ടായാലും ലാഭമല്ലേ, ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടു. ചേച്ചി, മോൻ പോയി പറഞ്ഞ വാക്ക് പാലിക്ക്. ഞാൻ നാണത്തോടെ തലയും താഴ്ത്തി കരയിൽ കയറി. ഞാനാണെങ്കിൽ വെറും ബർബിട മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എൻ്റെ ശരീരത്തിലെ ഞാൻ ഉദ്ദേശിച്ച ആ മാറ്റങ്ങളൊന്നും മാറിയിട്ടില്ല. ഇത് ഞാൻ എങ്ങനെ ചേച്ചിയെ കാണിക്കും? എൻ്റെ മനസ്സ് മുഴുവനും ശൂന്യതയായിരുന്നു. ചേച്ചി ചിരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ ബർമുട താഴ്ത്തി അങ്ങ് കാണിച്ചു. ഒരു രക്ഷയുമില്ലല്ലോ. ഇത് കണ്ട് ചേച്ചി ചോദിച്ച ചോദ്യം ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. നീ ഇത്ര വലുതായിട്ടുണ്ടെന്ന് ചേച്ചി കാണട്ടെ, കൈമാറ്റി കാണിച്ചേ. ഞാൻ കൈമാറ്റി നാണത്തത്തോടെ പിറന്നപടി തലയും താഴ്ത്തി നിന്നു. ഇത് കണ്ട് ചേച്ചി ഒരുപാട് ചിരിച്ചു, അതുപോലെ അത്ഭുതപ്പെട്ടു. അവസാനം ബർമുട ധരിച്ചു വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. എൻ്റെ മനസ്സ് മുഴുവനും ചേച്ചിയോടുള്ള വാശിയായിരുന്നു. അവരെ ഇവിടെ പിറന്നപടി നിർത്തലായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ മറ്റൊരു വെല്ലുവിളി നടത്തി, ഒരു നീന്തൽ മത്സരം. ആരാണ് നീന്തി അപ്പുറത്തെ പാറയിൽ തൊട്ട് ആദ്യം തിരിച്ചെത്തുന്നത്? ചേച്ചി അതിനും റെഡിയായിരുന്നു. ചേച്ചി പരിഹസിച്ചുകൊണ്ട്, ഇതിലും തോറ്റാൽ നീ എന്താ ചെയ്യാം? ഞാൻ, ചേച്ചി പറയുന്ന എന്തും ചെയ്യും, ഒരടിമയെപ്പോലെ. ചേച്ചി പരാജയപ്പെട്ടാലോ? ചേച്ചി, അതിന് ഞാൻ തോൽക്കില്ലല്ലോ. അഥവാ തോറ്റാൽ ഞാൻ മേൽവസ്ത്രം അയച്ച് അവിടെ നിൽക്കും. ഞാൻ, അതുപോരാ, തോറ്റാൽ എന്നെപ്പോലെ മുഴുവനും അയച്ച് തുണിയില്ലാതെ നിൽക്കണം. പറ്റുമോ? ചേച്ചി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ശരി, സമ്മതിച്ചു. തോറ്റാൽ ഞാൻ നിൻ്റെ മുൻപിൽ തുണിയില്ലാതെ നിൽക്കും. മത്സരം തുടങ്ങി. എൻ്റെ ഉള്ളിൽ അടങ്ങാത്ത വാശിയുള്ളത് കൊണ്ടാകാം ഞാൻ ചേച്ചിയേക്കാൾ മുമ്പ് നീന്തിയെത്തി. ചേച്ചി പരാജയപ്പെട്ടു. ഇപ്പോൾ ചേച്ചിയുടെ മുഖത്തെ പുഞ്ചിരിയെല്ലാം മാഞ്ഞ് ഭയം വന്നിരുന്നു. എന്തേ, ഞാൻ തോൽക്കുമെന്ന് കരുതിയോ? കാത്തു നിൽക്കാതെ വേഗം പോയി വെല്ലുവിളി സ്വീകരിച്ചേക്കൂ. ചേച്ചി ഒന്നും മിണ്ടാതെ കരയിൽ കയറി ചുറ്റും നോക്കി. ആരും വരുന്നില്ല, ആരും കാണുന്നില്ല എന്നുറപ്പ് വരുത്തിയതിന് ശേഷം മേൽവസ്ത്രം കഴുത്തിലൂടെ അഴിച്ചു മാറ്റി. എൻ്റെ വാ തുറന്നുപോയി.
ഞാനാകെ സ്തംഭിച്ചു പോയി. ചേച്ചിയുടെ വെളുത്ത ഭംഗിയുള്ള ആ ശരീരം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ഭംഗിയേറിയതായിരുന്നു. ചേച്ചി എല്ലാം മറച്ചു പിടിച്ച് നിന്നപ്പോൾ എനിക്കാകെ എന്തോ പോലെ. ഞാൻ പറഞ്ഞു, ഞാൻ കൈകൊണ്ട് ഒട്ടും മറച്ചിരുന്നില്ല. അതുപോലെ കൈമാറ്റിക്കേ, ഞാൻ നോക്കട്ടെ ചേച്ചി എത്രത്തോളം വലുതായിരിക്കുന്നു എന്ന്. ചേച്ചി കൈ രണ്ട് വശത്തേക്ക് മാറ്റിയപ്പോൾ എൻ്റെ മുന്നിൽ ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ജനിച്ച കുഞ്ഞിനെ പോലെ നിൽക്കുന്നു. കാണാൻ എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണിത്. ചേച്ചി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇവൻ വെള്ളത്തിലും തലപൊക്കി നിൽപ്പുണ്ടെന്ന്. അപ്പോൾ തന്നെ ചേച്ചിയുടെ മനസ്സിലിരിപ്പും എൻ്റെ മനസ്സിലിരിപ്പും ഒന്ന് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി ഞാൻ പിന്നെ ആവേശത്താൽ എന്തിനൊക്കെയോ ഇറങ്ങി പുറപ്പെടാൻ ശ്രമിച്ചു. ചേച്ചി പറഞ്ഞു, ഇപ്പോൾ വേണ്ട, ആരെങ്കിലും കണ്ടുകൊണ്ടുവരും, നമുക്ക് രാത്രി നോക്കാം. ഞാൻ, രാത്രി അമ്മായി ഉണ്ടാവില്ലേ റൂമിൽ? ചേച്ചി പറഞ്ഞു, അത് പേടിക്കണ്ട, അമ്മ സ്ഥിരം രാത്രി മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്നുറങ്ങും. പിന്നെ എന്ത് സംഭവിച്ചാലും ഭൂമി കുലുങ്ങിയാലും എണീക്കില്ല. ഞാൻ രാത്രിയാവുന്നതും കാത്തു നിന്നു. രാത്രി ഭക്ഷണശേഷം ചേച്ചി ഒരു നൈറ്റി ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്ന് കിടന്നു. അമ്മായി ഉറങ്ങുന്നതും കാത്ത് ഞങ്ങൾ ഉണർന്നു കിടന്നു. അവസാനം ആ നിമിഷം വന്നു ചേർന്നു. ഞാൻ രാധിക ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ നന്നായി, എല്ലാം ഒന്നൊന്നായി വേണ്ടതുപോലെ ശുഭം.